പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂൾ തുറക്കാനെല്ലാം എല്ലാവരും അതിന്റെ തിരക്കിലെല്ലായിരിക്കും അല്ലേ, പിള്ളേർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേ. അപ്പൊ നിച്ചൂട്ടിയും ഇക്കൊല്ലം ആദ്യമായിട്ട് സ്കൂളിൽ പോവാന്നേ, LKG പോകാൻ പോവാന്ന്. അപ്പൊ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിച്ചൂട്ടി സ്കൂളിൽ ചേർത്തോ, ഏത് സ്കൂളിലാണ് ചേർക്കുന്നതെന്നെല്ലാം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് കേട്ടോ ചേർത്തെ. അപ്പം നമ്മള് ബാഗും കൊടയും സാധനങ്ങളും എല്ലാം മേടിക്കാൻ പോവാന്ന്. കുലുങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന്, അതുകൊണ്ട് ഇങ്ങനെ ടപ്പേന്നാവുന്നു. അപ്പൊ ഏട്ടനും ഞാനും നിച്ചൂട്ടിയും കൂടിയാ പോകുന്നത്. അവ വീട്ടിലുണ്ട്, വേഗം പോയിട്ട് ഒന്ന് ചടപടാൻ മേടിച്ചിട്ട് വരണം. നിച്ചൂട്ടിക്ക് ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിട്ട് നോക്കുവെന്ന്. എത്ര ഏട്ടാ പൈസ? 650. അപ്പൊ ഇതാ നിച്ചൂട്ടിക്ക് ഹെൽമെറ്റ് മേടിച്ചേ. ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം മേടിക്കണ്ട നിച്ചൂട്ടി? ബാഗ്, കൊട, ചെരുപ്പ് എല്ലാം മേടിക്കണം അല്ലേ? പോവാ. എവിടെ ഒന്ന് ഇവിടെ കുറെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് കയറി എല്ലാം കിട്ടും. ഓ, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ, ബാഗ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ രസമില്ല, രസവും നോക്കണ്ടേ? ബാഗ് അല്ലെങ്കിൽ നമുക്കപ്പുറം നോക്കാം. ഇവിടെ ഒരു അട്രാക്ഷൻ കാണുന്നില്ല. 2500. സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാനും ഏട്ടനും രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മളെ മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോകുന്നത്, അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്, എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ബാഗ് ആദ്യം പോയിട്ട് നോക്കി. അപ്പം അത്ര ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല, ഉള്ളതിനെല്ലാം ഭയങ്കര പൈസയും. അപ്പോൾ പിന്നെ അത് ഏതായാലും വേണ്ടാന്ന് വെച്ചു. പിന്നെ കുട നോക്കി. കുട പിന്നെ അധികം ഒന്നും കാണുന്നില്ല, ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ ഫാൻസിയിലും മറ്റേ ബാറ്റേൻ്റെ ഷോപ്പിലെല്ലാം കുറേ ബാഗും കുടയെല്ലാം കണ്ടിനി. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, നമുക്ക് അവിടെ ഇവിടെ നോക്കി പൈസയെല്ലാം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതിയല്ല. അപ്പോൾ ബാഗും കുടയും നമ്മൾ പിന്നെ വാങ്ങിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച്. പിന്നെ ബോക്സും പൗച്ചും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം ബോക്സാണ് നോക്കിയത്, പിന്നെ വിചാരിച്ച് പൗച്ച് മതി, അതാകുമ്പോൾ നിച്ചൂട്ടിക്ക് എടുക്കാനെല്ലാം എളുപ്പമായിരിക്കും. ബോക്സ് ആകുമ്പോൾ ടപ്പേന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആക്ഷൻ പോയി കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. പിന്നെ സ്കൂളിലേക്ക് വേണ്ടുന്ന ബാക്കി എല്ലാ സാധനങ്ങളും നോക്കുവാന്ന്. എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് എന്തായാലും മറക്കൂല്ല. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, സ്കെയില്, പെൻസില്, ഷാർപ്നർ എല്ലാം വേണമല്ലോ. അപ്പോൾ എല്ലാം നോക്കി നോക്കി ഓരോന്ന് എടുക്കുവാന്ന്. നിച്ചൂട്ടി ആണെങ്കിൽ അയ്യോ എന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല, ഓടിച്ചാടി നടന്നു. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് നടക്കുന്നുണ്ടായിന്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ഫസ്റ്റ് നോക്കും, അമ്മ എനിക്ക് ഇത് മതി. അപ്പോൾ ഞാൻ പറയും, മോളെ അത് അത്ര പോരാ, എന്നാ ഇത് തന്നെ ഇത് മതി, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഏതെങ്കിലും എല്ലാം എടുക്കണം താനും, അതാണ് ഓടിച്ചാടി നടക്കുന്നത്. ഇത് മാള് വന്ന് ആദ്യം കണ്ടത് എടുത്തിട്ട് ഇത് മതി. മാള് തന്നെ അല്ല, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? എന്നാല് കുറച്ച് ചൂട് വെച്ചാൽ അത് സ്കൂളിൽ എത്തൂല്ലോ. ചൂട് ഇതേതാ? ഇത് മാള് തന്നെ. മാള് ചേച്ചി അങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് കണ്ട ഇത് മതി. ഇത് ഒന്നാണ് പ്രശ്നം, ഇത് ഫുള്ള് വായില മറിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇങ്ങനത്തെ ആകുമ്പോ അത് തുറന്നാല് എളുപ്പം, മൂടി കയ്യിൽ പിടിക്കണ്ട, ചോട്ടിലേ വരും. ഇപ്പൊ മൂന്നാമത്തെ പറയുന്നത് മതി. നോക്കട്ടെ, അമ്മ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നോക്കാം. സാധനം എന്നറിയോ എന്താ? എന്തൊന്നും അറിയില്ല, എടുത്തു കൊണ്ടിടുന്നുണ്ടല്ലോ. ക്ലേ ആണ്, ക്ലേ. അതിനെ കൊണ്ട് ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കുന്ന. കളിക്കോ അതിനെ കൊണ്ട്? കളിക്കോ? അങ്ങനെ ഒരു വിധത്തിൽ നിച്ചൂട്ടിനും കൊണ്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. താഴെ നിന്ന് 1-2 സാധനങ്ങളും കൂടെ എടുക്കാനുണ്ടായിന്. അതും എല്ലാം കൂടെ എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാന്ന്. അപ്പോൾ ഓടിപ്പോയിട്ട് ഒരു മുട്ടായി എടുത്ത് വന്നിട്ട് എനിക്ക് ഇതും കൂടെ വേണച്ചാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലോണം വിശന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ഷോപ്പ് കയറിയിട്ട് നമ്മൾ ഒരു ചായയും ഒരു പഴംപൊടിയും കൂടെ കുത്തുന്നേ. അപ്പോഴേക്ക് പുറത്ത് ഭയങ്കര കാറ്റും മഴ. അയ്യോ എന്ത് കാറ്റാനും അറിയാം. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തണുപ്പ് വരുന്നു, അത്രയും കാറ്റാണ് ഉണ്ടായത്. ഏതായാലും ചായയും പഴംപൊരിയെല്ലാം കഴിച്ചപ്പോഴേക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. നിച്ചൂട്ടി എനിക്ക് പഴംപൊരി ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ മിഠായി മതി എന്ന് പറഞ്ഞിട്ട് മിഠായി തിന്നുകൊണ്ടിരിക്കുവാന്ന്.
അങ്ങനെ തൽക്കാലത്തേക്ക് വിശപ്പെല്ലാം മാറ്റിയിട്ട് നമ്മൾ അപ്പുറത്തന്നെയുള്ള ഒരു ബാറ്റേൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി ബാഗും കൊടയും ചെരുപ്പും എല്ലാം നോക്കണം. ആദ്യം തന്നെ ചെരുപ്പ് നോക്കി നിച്ചൂട്ടിക്ക് ഇങ്ങനെ വലിച്ചിടുന്ന ടൈപ്പ് ചെരുപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്തായാലും. പിന്നെ ബാഗ് നോക്കുമ്പോഴേക്ക് അവിടെ ഉണ്ട് സംഭവം, നമ്മൾ ഉദ്ദേശിച്ച റേറ്റിന് ആ ടൈപ്പിലുള്ളതുണ്ട്. അപ്പോഴേക്ക് കുറച്ച് സമാധാനമായി, അവിടെ നിന്നൊന്നും എടുക്കാമല്ലോ. അങ്ങനെ ബാഗെല്ലാം നമ്മൾ നോക്കിയെടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട മേടിക്കണം, നിച്ചൂട്ടിക്ക് ഒരു കുട മേടിക്കണം, പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഒരു കുട മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുവാന്ന്. അപ്പോൾ വീട്ടിലേക്ക് ഈ ഒരു മെറൂണ് കുട സെലക്ട് ചെയ്തു. നിച്ചൂട്ടിക്ക് ഇനി ഒരു പോപ്പി കുട കൂടി വാങ്ങിക്കണം. കളി വേണ പിങ്ക് കോടയെല്ലാം മേടിച്ചു. ബാഗിന്റെ കൂടെ വാച്ച് കിട്ടീനെ. കാണിച്ചു വാച്ച് കാണിച്ചു. സ്മാർട്ട് വാച്ച് എല്ലാം ഉണ്ടപ്പ. ജോറുപ്പ സ്കൂളിൽ പോകുമ്പോ. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് കേറിയിട്ടുണ്ട്. എല്ലാം ചെറുപടാന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് മേടിച്ചു. നിച്ചുട്ടിക്ക് ചെരുപ്പ് മാത്രം കിട്ടിയിട്ടില്ല. നിച്ചു പറഞ്ഞ ടൈപ്പ്, ഒരു വലിച്ചിടുന്ന ടൈപ്പിലുള്ള ചെരുപ്പാ പറയുന്നത്. അത് പിന്നെ അത്യാവശ്യമില്ല, ഇപ്പം ആവശ്യത്തിന് പോകാനുള്ള ചെരുപ്പ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് മേടിക്കാം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റായി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഉച്ചയാവാനായി ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി വീട്ടിലെത്തിയിട്ട് വേണം കഴിക്കാൻ. പുറത്ത് നല്ല മഴയാണ്. അപ്പോഴേക്ക് എന്താ നമ്മള് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പേ മഴയുണ്ട്, ഇറങ്ങുമില്ലാത്ത ഭാഗ്യം നമുക്ക്. പക്ഷെ മഴയത്ത് പെടേണ്ടി വന്നിട്ടില്ല. എല്ലാം ബസ് സ്റ്റാൻഡിൽ തന്നെ അപ്പുറപ്പുറമുള്ള ഷോപ്പിൽ നിന്നെല്ലാം മേടിച്ചത് കൊണ്ട് അങ്ങനെ അവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടാ. ഇപ്പൊ നല്ല കാറ്റും മഴയെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. ചുട്ടി ആമിക്കുട്ടി എന്നാ പണിയെടുക്കുന്നുണ്ടാവുക നമുക്ക് നോക്കാം അല്ലേ. വീട്ടിലെത്തി നമ്മള്. അപ്പൊ നമ്മള് സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയൊന്നും വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. നിച്ചുട്ടി കാണിച്ചു കൊടുത്ത നിച്ചുട്ടിന്റെ സാധനങ്ങള്. ബാഗ് ബാഗ് ആദ്യം. ഇതെന്തിന്റെ ബാഗ് അയച്ചു? യൂണിക്കോൺ. നിച്ചുട്ടിക്ക് യൂണിക്കോണിന്റെ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പോകുമ്പേ. അതുകൊണ്ട് ഇതാ യൂണിക്കോണിന്റെ ബാഗ് കിട്ടും. ബാഗിനെല്ലാം ഇപ്പൊ എന്താ പൈസ അറിയാം. നമ്മളെല്ലാം പണ്ട് പഠിക്കുമ്പോ എത്ര ചെറിയ പൈസക്കാണ് നല്ല ബാഗെല്ലാം കിട്ടണല്ലേ. ഇപ്പം നമ്മള് പഠിച്ചു കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഒരു ബാഗിന്റെ വില നോക്കുന്നത്, അല്ലെങ്കിൽ ബാഗ് സെലക്ട് ചെയ്യുന്നത് എത്ര കൊല്ലത്തിന് ശേഷം. അപ്പൊ ആണ് മനസ്സിലാവുന്നത്. ഒരു 700-800 രൂപ മുതലേ ഉള്ളൂ അല്ലേ ബാഗെല്ലാം ശരിക്കും. ആദ്യം കണ്ടത് 2000. ആദ്യം ആ റിയലിൽ പോയിട്ട് നോക്കുമ്പോൾ 2000-3000 ഉള്ള സ്കൂൾ ബാഗ്. എന്താ അവസ്ഥ. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് കിട്ടിയത്. നമ്മൾ ബാറ്റയിൽ നിന്നാണ് ഇത് മേടിച്ചത്. പിന്നെ ഈ കൊട അനിച്ചോട്ടെ മതി, വാവെണീക്കും. ഇതാ ഈ കൊടയും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ പീപ്പി കണ്ട്. പിന്നെ നമ്മള് ബാറ്റയിൽ നിന്ന് മേടിച്ച നിച്ചോട്ടിക്ക് ഒരു റെയിൻ കോട്ടാണ് കേട്ടാ. നിച്ചോട്ടിക്ക് പോകുമ്പോ ബൈക്കിൽ ഏട്ടൻ കൊണ്ടാക്കുകയോ ചെയ്യും. അപ്പൊ പോകുമ്പോ ഇടാൻ വേണ്ടിയിട്ട് ഒരു റെയിൻ കോട്ട് മേടിച്ചിട്ടുണ്ട്. തുറക്കണ്ടല്ലോ, തുറന്നാൽ പിന്നെ ആദ്യം ഞാൻ മടക്കേണ്ടി വരും, അവിടെ തുറക്കുന്നില്ലേ. ഇനി നമുക്ക് ഇതിലെല്ലാം എടുത്ത് വെക്കാലോ. ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടേ. ബോക്സ് വേണോ പൗച്ച് വേണോ നോക്കിയിട്ട് പിന്നെ പൗച്ചാണ് സെലക്ട് ചെയ്തത്. അതായിരിക്കും എടുക്കാൻ എളുപ്പം. പിന്നെ അതിനകത്ത് എല്ലാം ഇടണം കേട്ടോ നമുക്ക്. ഒരു ടിഫിൻ. നിച്ചുവിന്റെ സ്കൂളില് ഉച്ചക്ക് ചോറ് അവിടെ തന്നെ ഉണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് നിച്ചുവിന് ചേർത്തത്. അപ്പൊ ഉച്ചക്ക് ചോറ് അവിടെ ഉണ്ട്. സ്നാക്സ് കൊണ്ടുപോകണം രാവിലത്തെ. അതിന് വേണ്ടിയിട്ട് ഒരു സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. സ്റ്റീലിന്റെ തന്നെ, ഉള്ളില് സ്റ്റീലുള്ള സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ നോർമലി ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ മേടിച്ചത്. ഇങ്ങനത്തെ എല്ലാം പെന്ന്, പെൻസിൽ, റബ്ബർ, കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണമല്ലോ. അപ്പൊ അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കണം. ഇതിനകത്തേക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് ആക്കണം. ഈ ഷാർപ്പനർ ഇവിടെ ഉണ്ടായതാണ്. ബാക്കിൽ റബ്ബർ ഉണ്ടാ? ഓ അത് ഞാൻ കണ്ടില്ല. അതിനെ നിച്ച് കണ്ടുപിടിച്ച്. പിന്നെ കാണുമ്പം ഓരോന്ന് എടുത്തതാണ്. സ്കെച്ച്, ക്രയോൺസ് അതെല്ലാം എന്തായാലും ആവശ്യം വരുമല്ല. പിന്നെ ഗമ്മ് ഇങ്ങനത്തെ എല്ലാം എപ്പോഴെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് കാണുമ്പോ അത് പശ. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ഇങ്ങനെ കണ്ടപ്പോ എടുത്തു. എന്തെങ്കിലും എല്ലാം ആക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടൂലല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ അവിടെ കണ്ടില്ല, എന്തിനാന്നും അറിയില്ല. ഒരു ഷീറ്റ് എടുത്തിന്. നമ്മളിത് വേണ്ട, അത് ഗമ്മ. പിന്നെ ബുക്കെല്ലാം പൊതിയാൻ വേണ്ടിട്ട് പൊതി മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാർക്കർ, അത് സ്കെയില്, ഇത് ഗവൺമെന്റ്
ഇത് റബ്ബർ, ഇത് മേടിച്ചല്ല കേട്ടോ, ഇത് ഇവിടെ ഉണ്ടായതാണ്. പിന്നെ ഇതായതും അതന്നെ. ഈ ഹൈലൈറ്ററും നിച്ചു അപ്പുറത്ത് നിർത്തിട്ടതാണ്. പിന്നെ ഒരു ഷാർപ്പനറും ഈ റബ്ബറും ആണ് നമ്മൾ ഇന്ന് മേടിച്ചത്. പിന്നെ ഒരു കുഞ്ഞ് സെലോ ടാപ്പ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ ആവശ്യം വരുമല്ലോ. പിന്നെ കുറച്ച് ബുക്സ് മേടിച്ചിട്ടുണ്ട്. ബുക്സ് നോക്കിയിട്ട് ഇങ്ങനെ ഏകദേശം നോക്കി മേടിച്ചതാണ്. സ്കൂളിൽ നിന്ന് കൗണ്ട് തന്നിട്ടൊന്നുമില്ല. കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു കോപ്പി, 4 ലൈൻ കോപ്പി, 2 ലൈൻ കോപ്പി, പിന്നെ കുറച്ച് വരിയുള്ളത് വരിയില്ലാത്തത്, അങ്ങനെ മിക്സ് ആയിട്ട് മേടിച്ചതാണ്. ആവശ്യത്തിന് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇത് ക്ലേ ആണ് കേട്ടോ നിച്ചുവിന്റെ. ആയിട്ടില്ല, അതിന്റെ പിങ്ക് കളറ് ഇതും ക്ലേ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടപ്പോ എടുത്തായിരുന്നു. പിങ്ക് നിച്ചു ഓൾറെഡി എടുത്ത് കളിച്ചു. ഇതതിന്റെ യെല്ലോ ക്ലേ. നിച്ചുവിന് ഒരു പണിയുണ്ടേ, എന്താ അറിയോ, ഇതിനകത്ത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു പെൻസില്, പെൻസില്, ഒരു ഷാർപ്പനറ്, ഒരു റബ്ബർ, അങ്ങനെ എല്ലാം ഓരോന്ന്. പിന്നെ ഇതാ കുറച്ച് പേപ്പേഴ്സ്, നമ്മുടെ ന്യൂസ് പ്രിന്റ് നമ്മൾ പണ്ട് എഴുതി പഠിക്കാനെല്ലാം മേടിക്കുന്നേ, അതൊരു അതിന്റെ അവിടെ കണ്ടപ്പോ റോളാക്കി വെച്ചത് കണ്ടപ്പോ മേടിച്ചിട്ടുണ്ടായി. എന്തെങ്കിലും നിച്ചുട്ടിക്ക് എഴുതി പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് റഫ് വർക്കിനെല്ലാം യൂസ് ചെയ്യാലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഇതും വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട മോൾ, അതൊന്നും സ്കൂളിൽ കൊണ്ടുപോകണ്ടല്ലോ, ഇവിടുന്ന് ആവശ്യത്തിനാണ് കേട്ടോ. മതി, ഇത്രേ വേണ്ടു. ആ റബ്ബറോട് വാങ്ങി നോക്കട്ടെ. ഇനിയിപ്പൊ ആവേശമായിരിക്കുവേ എല്ലാവർക്കും. എത്ര ദിവസമായി പറയും നമുക്ക് സ്കൂൾ ബാഗെല്ലാം സെറ്റാക്കാലെന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോണത്രേ. സ്കൂൾ തുറക്കാനായി, തിങ്കളാഴ്ച തുറക്കും. ഇങ്ങനെ മഴയാണെങ്കിൽ ചിലപ്പോൾ ഡിലേ ആവുമോന്നും അറിയില്ലേ. അപ്പൊ ടീച്ചർ ബുക്ക് വന്നിട്ട് വിളിക്കാന്നാ പറഞ്ഞേ. അപ്പോഴേക്ക് പോയിട്ട് മേടിക്കണം ബുക്കെല്ലാം. വരെ ഉണ്ടാക്കൊന്നും വേണ്ട, ഇതൊന്നും ഇപ്പൊ കൊണ്ടുപോണ്ടാവേ. അതായത് ടീച്ചർ പറയുന്ന ദിവസമേ കൊണ്ടുപോണ്ടു. എന്ത് വരെ ഉണ്ടാക്കട്ടെ. ആ റബ്ബറോട് മായോ നോക്കട്ടെ അമ്മ. ഇതൊരു വര വരച്ച പെൻസിലുണ്ട്, ഒരു വര വരച്ച. ഇതൊരു വര അമ്മ വരച്ച നമ്മൾ വായിക്കാം. ചെറുങ്ങനെ മതി. ഓ അങ്ങനെ അമർത്തി വരക്കൊന്നും വേണ്ട. ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അമ്മ നോക്കട്ടെ. മൈനുണ്ട് കേട്ടോ വൃത്തിക്ക്. ആ റബ്ബറിന് മതിയല്ലോ തൽക്കാലം. ആ റബ്ബറിന് മതി എന്നാല്. ആ റബ്ബറും കട്ടറും കൂടെ അത് മതി എന്നാല്. മതി. ഇനി എന്താ വേണ്ടേ? എന്നാ വീഡിയോ മതി. ഓക്കെ, ഇനി സ്കൂളിൽ പോകുമ്പോ കാണാൻ പറ. പറ എന്നാലേ വീഡിയോ നിർത്ത്. അതാ കുഴപ്പാക്കുന്ന. മതി. ഓക്കെ, ടാറ്റ പറഞ്ഞു ചുട്ടി. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിച്ചുട്ടിന്റെ ഫസ്റ്റ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.